ഇന്ന് റമദാൻ 17 ബദർ ദിനം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സൈനിക വിജയത്തിൻ്റെ അനുസ്മരണ ദിനം. ഹിജ്റ 2-ാം വർഷത്തിൽ മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ 313 സഹാബിമാരും ഖുറൈശി നേതാവായ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് പടയാളികളും ഈ ദിവസമാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഇസ്ലാമിലെ 14 പേർ ഷഹീദായെങ്കിലും അപ്രതീക്ഷിത വിജയമാണ് ബദറിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ചത്. അതേസമയം 70ഓളം ഖുറൈശികൾ മരിക്കുകയും 70ഓളം പേരെ തടവിലാക്കപ്പെടുകയും ചെയ്തു. ആ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര അന്ന് തുടങ്ങിയതാണ്. ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര. പക്ഷേ ആ യുദ്ധ സന്നാഹങ്ങൾ ഇന്നും ഏതാണ്ട് അതേപടി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ പക്ഷത്ത് വളരെ ചെറിയ അംഗസംഖ്യയെ ഉണ്ടാവുകയുള്ളൂ. ഇസ്ലാമിൻ്റെ എതിർപക്ഷത്താകട്ടെ ശത്രുപക്ഷത്ത് ഭീമമായ അംഗസംഖ്യ ഉണ്ടായിരിക്കും. പക്ഷേ ആത്യന്തികമായി നീതിയും ധർമ്മവും സത്യവുമാണ് ജയിക്കേണ്ടതെങ്കിൽ അംഗസംഖ്യ കൊണ്ടല്ലത്, അത് ഉള്ള അംഗങ്ങളുടെ ആത്മധൈര്യം കൊണ്ടും ദൃഢവിശ്വാസം കൊണ്ടും നൈതികമായ ധാർമ്മികമായ ചിന്താഗതികൾ കൊണ്ടുമാണ് യുദ്ധം ജയിക്കുക എന്നുള്ളതിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ മാതൃക ബദർ യുദ്ധം തന്നെയാണ്. ഇന്നും അതുതന്നെയാണ് പ്രസക്തമായിട്ടുള്ളത്. ആഗോള തലത്തിൽ ഇന്നും ഇസ്ലാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു വശത്ത് വ്യക്തമായി നമുക്ക് കാണാനാവും ആ ശക്തികളുടെ, ഇസ്ലാമിൻ്റെ എതിർചേരിയിലുള്ള ശക്തികളുടെ നന്മതിന്മകൾ എന്തൊക്കെയാണെന്നും ഇസ്ലാമിക ചേരിയിലുള്ളവരുടെ നന്മതിന്മകൾ എന്തൊക്കെയാണെന്നും സത്യസന്ധമായി വിലയിരുത്തുന്ന ആർക്കും അതിവേഗം മനസ്സിലാക്കാൻ കഴിയുന്ന വിധമാണത് ഇന്നുമുള്ളത് എന്ന് കാണാം. ഖുർആനിലെ 8-ാമത്തെ അധ്യായത്തിൽ അൽ അൻഫാലിൽ 9 മുതൽ 12 വരെയുള്ള സൂക്തങ്ങളിൽ ബദർ യുദ്ധത്തെപ്പറ്റി പരാമർശങ്ങളുണ്ട്. ഇന്ന് മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ബദർ യുദ്ധം അനുസ്മരിക്കപ്പെടേണ്ടതുണ്ടോ? ബദർ യുദ്ധ ദിവസം, അതായത് റമദാനിലെ 17-ാം രാവ് ബദർ ദിനമായി ആചരിക്കപ്പെടേണ്ടതുണ്ടോ, ആഘോഷിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള തർക്കം നിലനിൽക്കുകയാണ്. അത് അന്ന് ബദർ യുദ്ധം നടന്നത് മുതൽക്ക് ഇന്ന് വരെ ഏതാണ്ട് പല തർക്കങ്ങളും ഇസ്ലാമിക രംഗത്ത് നിലവിലുണ്ട് എന്ന് കാണാം. ഒരു സമൂഹത്തിന് ആത്മവീര്യം പകരുന്ന ചരിത്ര സംഭവങ്ങളെ വീണ്ടും വീണ്ടും അനുസ്മരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ബദർ ദിനം ആചരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും. കാരണം ഒരു സമൂഹം അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും സത്യത്തോടും ധർമ്മത്തോടുമുള്ള പ്രതിബദ്ധതയുടെയും പേരിൽ വൻ ശത്രുനിരയോട് ചെറിയ സന്നാഹത്തോടെ വിജയം വരിച്ചുവെങ്കിൽ ആ സ്മരണ അയവിറക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു അനുഷ്ഠാനമായിട്ടോ ആഘോഷമായിട്ടോ അല്ല, ഒരു ആചരണമായിട്ടാണത് കൊണ്ടാടപ്പെടേണ്ടത്. ആചരണമാണ്. ഇസ്ലാമിൽ ആഘോഷങ്ങൾ പൊതുവെ കുറവാണ്, ആചരണങ്ങളേ ഉള്ളൂ, ദിനാചരണങ്ങൾ. തീർച്ചയായും ഇസ്ലാം മറ്റു സമൂഹങ്ങളിൽ നിന്ന് ആ കാര്യത്തിൽ വ്യത്യസ്തമൊന്നുമല്ല. കാരണം അനാചാരങ്ങൾ ആചരിക്കപ്പെടരുത് എന്നേ ഉള്ളൂ. ചരിത്ര സംഭവങ്ങളെ ജനത്തിന് ഉത്തേജനം നൽകുന്നതാണെങ്കിൽ, ആർജവം പകരുന്നതാണെങ്കിൽ അവ അനുസ്മരിക്കപ്പെടേണ്ടതും ആചരിക്കപ്പെടേണ്ടതും തന്നെയാണ് എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ബദർ ഇന്നും ഒരു അത്ഭുതമാണ്. കേവലം 313 വ്യക്തികൾ ആയിരക്കണക്കിന് ആയുധസജ്ജരായ ആളുകളോട് ഏറ്റുമുട്ടി വിജയം വരിക്കുക എന്നുള്ളത് ഇന്നും എന്നും ധർമ്മത്തിൻ്റെ ചുവട് പിടിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആ ദിനം നമുക്ക് എത്രമേൽ ആചരിക്കാനാകുമോ അത്രമേൽ ആചരിക്കുന്നത് ആത്മവീര്യം വർദ്ധിപ്പിക്കാനും ആത്മധൈര്യം പകരാനുമുള്ള ഒരവസരമായി അതിനെ കണക്കാക്കാവുന്നതാണ്. ലോകത്ത്
പ്രതാപശാലികളായ എത്രയോ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും ലോകത്തിൻ്റെ ഇംബാലൻസ്, അസന്തുലിതത്വം, അധികാരത്തിൻ്റെ അസന്തുലിതത്വങ്ങൾ നിലവിലുണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തിനാണോ ബദറിൽ അന്ന് സഹാബാക്കൾ ആയിരക്കണക്കിന് പടയാളികളോട് ഏറ്റുമുട്ടിയത്, ആ കാര്യകാരണങ്ങൾ അല്പം പോലും കുറവ് വരാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഓരോ മുസ്ലിമും ഓരോ യുദ്ധമുഖത്താണ് എപ്പോഴും. യുദ്ധമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം സായുധ സജ്ജരായി സഹജീവികളെ കൊന്നൊടുക്കാനുള്ള ഒരുക്കം കൂട്ടൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അധർമ്മത്തിൻ്റെയും അനീതിയുടെയും വക്താക്കളോട് പോരാടുക തന്നെ വേണം. അത് ഫിസിക്കലായിട്ടല്ല, ഇന്റലക്ച്വലായിട്ട്. ഖുർആന്റെ നിരന്തരമായ ആഹ്വാനം തന്നെ, യുദ്ധാഹ്വാനങ്ങൾ തന്നെ ഇന്റലക്ച്വൽ യുദ്ധങ്ങൾക്കുള്ളതാണ് എന്ന് കാണാം, ഫിസിക്കൽ യുദ്ധങ്ങളെക്കാൾ. ഫിസിക്കൽ യുദ്ധം സ്വാഭാവികമായും യാദൃച്ഛികമായും സംഭവിച്ചു പോകുന്നതാണ്. അവയ്ക്ക് അതിൻ്റെതായ ധാർമ്മിക നിഷ്ഠകളും രീതിശാസ്ത്രങ്ങളും പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുമുണ്ട് എന്ന് കാണാം. പക്ഷേ നിരന്തരം മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അധർമ്മത്തോടാണ്, അനീതികളോടാണ്. ഈ യുദ്ധം നിലക്കാത്ത യുദ്ധമാണ്. അത് ഭൂമിയിൽ അവരുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെട്ടതുമാണ്. അതുകൊണ്ട് മുസ്ലിമേതര ആളുകൾ ഇവർ സദാ യുദ്ധപ്രിയന്മാരാണ് എന്ന വ്യാഖ്യാനത്തിനൊന്നും നിൽക്കേണ്ടതില്ല, മെനക്കെടേണ്ടതില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയായി ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. അതായത് അധർമ്മത്തിനും അനീതിക്കും മറ്റെല്ലാവിധ തിന്മകൾക്കുമെതിരെയുള്ള നിതാന്ത ജാഗ്രത പുലർത്തലാണ്, അതിനെതിരെയുള്ള നിതാന്ത പോരാട്ടം നടത്തലാണ് ജിഹാദ് കൊണ്ടും യുദ്ധം കൊണ്ടും ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അവിശ്വാസികളോട് കണ്ടടത്ത് വെച്ച് തല്ലിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ യുദ്ധം ചെയ്യാനോ ഉള്ള ആഹ്വാനമൊന്നും ഏതായാലും ഖുർആനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിവരമുള്ള ആർക്കും തന്നെ അത് മനസ്സിലാവുകയുമില്ല. കണ്ടടത്ത് വെച്ച് അവിശ്വാസിയെ തല്ലിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനുമായിരുന്നെങ്കിൽ ഭൂമിയിൽ ഇന്നേ വരെ ഇസ്ലാമിന്റെ ചരിത്രം ആരംഭിച്ച മുതൽക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഭൂമുഖത്ത് എവിടെയും നടന്നതായി ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നത് തന്നെ ഖുർആനിന്റെ ആ പരാമർശത്തിന്റെ ഉദ്ദേശം അത് അധർമ്മത്തോടും അനീതിയോടുമുള്ള നിതാന്ത ജാഗ്രത പുലർത്തലാണെന്നും അതിനെതിരായ ബോധവൽക്കരണമാണെന്നും അതിനെതിരായ ഇന്റലക്ച്വൽ വാറാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വരില്ല. ഖുർആനിലെ നിരവധി അധ്യായങ്ങളിൽ മനസ്സിന്റെ സീൽവെച്ച അവസ്ഥയെക്കുറിച്ച്, കണ്ണിന്റെയും കാതിന്റെയും മൂടികളെക്കുറിച്ച്, കണ്ണുണ്ടെങ്കിലും കാതുണ്ടെങ്കിലും കേൾക്കാനും കാണാനുമാകാത്തതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അത് മുസ്ലിം അല്ലാത്തവരെ കുറിച്ച് മാത്രമല്ല, അത് മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. കാരണം കാര്യകാരണങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനാവാതെ അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. മുസ്ലിമേതര ആളുകളെ സംബന്ധിച്ച് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു ധർമ്മശാസ്ത്രവും പറയുന്നില്ല അനീതിയെ, തിന്മയെ അനുകൂലിക്കാൻ എന്ന് കാണാം. ഒരു വേദങ്ങളാകുന്നില്ല അവ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും തിന്മയെ നിരുത്സാഹപ്പെടുത്താനും അല്ലാതെ ഇറക്കപ്പെട്ടതാണെങ്കിൽ. ഈ അവസ്ഥയിൽ വേണം മാനവികത എങ്ങനെയാണ് നമുക്ക് സംജാതമാക്കാനാവുക ഈ ഭൂമുഖത്ത്? അത് നന്മയുടെ ചുവട് പിടിച്ചുകൊണ്ടല്ലാതെ, ധർമ്മത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടല്ലാതെ, നീതിയുടെയും മറ്റു സത്യത്തിന്റെയും വഴികൾ സ്വീകരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനോ മാനവികതയെ ശക്തിപ്പെടുത്താനോ സാധ്യമേ അല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ റംസാന്റെ ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസത്തിന്റെ പരിശുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ബദർ ദിനം ആചരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയ നിവാരണമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബദർ ദിനം ആചരിക്കേണ്ടതാണ്. ബദർ ദിനം മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഊർജം ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ദിനങ്ങളും അനുസ്മരിക്കപ്പെടേണ്ടതാണ്, ആചരിക്കപ്പെടേണ്ടതാണ്. അവയ്ക്ക് വേണ്ടി നമുക്കല്പം സമയം മെനക്കെടുത്താവുന്നതുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബദർ ദിന ആശംസകൾ. ബദർ ദിനത്തിന്റെ ആശംസകൾ എന്നാൽ ആത്മവീര്യം കാത്തു സൂക്ഷിക്കൂ, ധർമ്മത്തിന്റെയും നീതിയുടെയും പക്ഷം ചേരൂ എന്നുള്ള ആഹ്വാനമാണത്.